ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അല്പം ലോങ് ട്രിപ്പാണ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വളരെ വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയാൽ നമ്മൾ ഏതെല്ലാം സ്ഥലം അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ചേർക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ച സ്ഥലം ഏതാണ് മിസ്ബ? കാന്തല്ലൂർ. പയ്യന്നൂരിന്ന് 400 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ കാന്തല്ലൂർ ഉൾപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല എന്ന് പറയുന്നത് നമ്മുടെ സ്പൈസ് ഗാർഡൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നൊരു ജില്ലയാണ്. എന്നുവെച്ചാൽ എല്ലാവിധ സ്പൈസസും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഏലക്കായി, പിന്നെ അതേപോലെ ക്ലൗ, എല്ലാ സ്പൈസസും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ഫ്രൂട്ട്സും ഉണ്ട്. ഫാംസ് ഉണ്ട്, കുറേ ഫാംസ് ഉണ്ട്. സ്ട്രോബെറി, അതേപോലെ പിന്നെ ആപ്പിൾസ്, ഓറഞ്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ. ഇപ്പൊ നമ്മളവിടെ പോയിട്ട് ഉണ്ടോന്നില്ലോന്ന് അറിയണം. കണ്ടിട്ട് അവിടെ പോയി നോക്കിയാൽ അറിയാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫാം എന്തായാലും ഉണ്ടാവും, പക്ഷെ അത് അവിടെ ഇപ്പോ കൃഷി ചെയ്യുന്നുണ്ടോ വെച്ചാൽ അതിന്റെ സീസൺ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ച് നമുക്ക് ഏതായാലും അവിടെ പോയിട്ട് തന്നെ നോക്കാം. തീർച്ചയായും. അപ്പൊ ഈ ഒരു ചെറിയ ലോങ് ട്രിപ്പിനും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ അതേ സുസുക്കി ബർഗ്മാൻ തന്നെയാണ്. സ്കൂട്ടറാണ്. നല്ല ഈസി ടു റൈഡാണ് വണ്ടി. കാരണം വെച്ചാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട്. ഒന്ന്, നമുക്ക് ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ വളരെ റിലാക്സ് ആയിട്ട് കാലൊക്കെ നീട്ടി വെച്ച്, ഒരു ക്രൂയിസർ ടൈപ്പ് മോട്ടോർ സൈക്കിൾസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് കാലൊക്കെ വളരെ നീട്ടി വെച്ച് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഇരിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. കാരണം വെച്ചാൽ ബൈക്കിൽ ഇരിക്കുന്നതിൻ്റെ അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതേപോലെ സ്കൂട്ടറിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ബൈക്ക് എന്ന് പറയുമ്പോൾ സീറ്റ് നമ്മളുടെ രണ്ട് കാലിൻ്റെ ഇടയിൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഒരുപാട് പിന്നെ വേദന, നമ്മളെ നിതംബങ്ങൾക്ക് നല്ല വേദന അനുഭവപ്പെടും. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് പില്യൺ ഒരാളും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് മാറി ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റും, റൈഡ് ചെയ്യാൻ പറ്റും സ്കൂട്ടർ. അതുകൊണ്ട് നമുക്ക് ആ വേദന ഒഴിവാക്കാം. വെച്ചാലും നമ്മൾ മുമ്പിന്ന് നേരെ ബാക്കിൽ ഇരിക്കുമ്പോൾ മുമ്പിലാക്ക് നിതംബങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. അതേപോലെ ബാക്കിലുള്ള ആൾ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ ബാക്കിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, അതും മാറിക്കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ കാണുമ്പോൾ ഒരു മാക്സി സ്കൂട്ടറിൻ്റെ ലുക്കാണ്. പക്ഷേ സി സി 125 നമ്മളെ റോഡിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമിൽ എത്തിയാൽ മതി എന്നായി പോയി.
നമ്മള് റൂം എടുത്ത് നമ്മള് ഇക്കാന്നൊക്കെ ഒരു ക്യാമ്പ് മൂന്നാർന്ന് പറഞ്ഞൊരു ഹോട്ടല് അവിടെ എടുത്ത് നല്ല ആൾക്കാരായിരുന്നു. ബജറ്റ് റൂമാന്ന് നമുക്ക് ഒരു 1000 രൂപക്ക് നമുക്ക് നല്ല നീറ്റ് റൂം കിട്ടി. നമ്മളെ ഡ്രസ്സൊക്കെ നനഞ്ഞിരുന്നു, നമ്മളെ കോട്ട്, അതുപോലെ നമ്മുടെ കയ്യിലുണ്ടായ സാധനങ്ങൾ അതൊക്കെ നമുക്ക് മുകളിൽ നമ്മുടെ ടെറസിന്റെ മേലെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ഒരുക്കി തന്ന്. അപ്പോൾ നമ്മളിനി അതിൽ വെളിയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിന്. ഉച്ചയ്ക്ക് അതൊരു മന്തി കഴിച്ചു, ഫ്രൂട്ട്സും കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങാൻ പരിപാടി നോക്കാം. കിട്ടും, ഒരു 5% അവരെടുക്കും. അവരെടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ ലേലത്തിൽ വയ്ക്കുന്ന സ്റ്റോക്കും പണിക്കൂലിയൊക്കെ അതൊക്കെ ആകുമ്പോൾ അതങ്ങനെ.
കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെന്തായാലും നമ്മളെന്തായാലും ലൈവ് കണ്ട് അതന്നെ എങ്ങനെ വളരെ നീറ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് എന്ത്, നല്ലൊരു ഷുഗർ ആൾട്ടർനേറ്റീവാണ് ഈ ശർക്കര എന്ന് പറയുന്ന സാധനം. കാരണം വെച്ചാൽ നമ്മൾ ഷുഗർ വൈറ്റ് പോയിസൺ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം, സൾഫർ വെച്ച് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ശർക്കര ഉണ്ടാക്കുന്നതെല്ലാം കണ്ട് സംഭവം നമുക്ക് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ മറയൂരൊരു ആനക്കോട്ട പാർക്കുണ്ട്. ഒരു പാറക്കല്ല് മാത്രം ഉള്ളതാണെന്നാണ് പറഞ്ഞത്. 10 രൂപ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റെല്ലാം നമ്മളെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുനിയറ സംഭവം, പാറക്കല്ല്. അപ്പോൾ ഇതിനകത്ത് മുനിമാർ കൊണ്ട് താമസിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്, മുനിയറൊക്കെ ആക്കിയിട്ട്. സംഭവം ഏതായാലും പാറക്കല്ല് കൊണ്ട് ആക്കിയതായാലും സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒന്നാക്കിയെടുക്കാൻ. ഒരു ചെറിയൊരു ഗുഹ എന്ന് നമുക്ക് പറയാം. നമ്മൾ ആനക്കൊട്ടപ്പാറ ഒരു 1.5 പാറ തന്നെയാണ്. രക്ഷയില്ലാത്ത നല്ല അടിപൊളി പാറ. നല്ല ആനാറ്റം വന്നിരുന്നു ഇതിന്റെ മേലെ. അങ്ങനെ ഈ പേര് ഒന്നും ആനക്കൊട്ടപ്പാറ ഉണ്ടാവും. അങ്ങനെ ചരിത്രമുണ്ടോ ചരിത്രം നമുക്ക് അറിയില്ല ഏതായാലും. അങ്ങനെ മറയൂരെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏതായാലും ഇനി കാന്തല്ലൂരേക്ക് നീങ്ങാൻ പോവാണ്. കാന്തല്ലൂർ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.